ഒന്ന് പറയട്ടെ. തുടിപ്പു നിങ്ങൾ തലമുറ തോറും ഓ എന്ത് കാണിക്കണം? എന്തടേ? ഒന്നുമില്ല, ചുമ്മാ നോക്കി. ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണോ നിന്നെ വിളിപ്പിച്ചേ? ഇനി എന്തിനു വിളിപ്പിച്ച കാര്യം പറഞ്ഞു. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓ നമ്മ ആരിപ്പം അല്ല ബോധമുണ്ടോ? എടാ നീ കോർപ്പറേഷൻ വാർഡ് കൗൺസിലറാണ്. ഓ നീയും? ഓ ഞാനും. ആ ഇനി അങ്ങോട്ട് നമ്മുടെ മുമ്പിലുള്ള ചുമതല എന്തൊക്കെയാണെന്ന് നല്ല വല്ല ബോധമുണ്ടോ? അത് നിനക്കുണ്ടോ? ഉണ്ടോ? നിനക്കൊണ്ടാകും. അല്ല അതാണ് നിന്നോട് ചോദിക്കുന്നത്. അത് ശരി. അപ്പൊ തള്ളു മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മളൊക്കെ എങ്ങനെയാ ജയിച്ചത്? എനിക്കറിയാൻ പാടില്ലടേ. ജെൻസി സ്ഥാനാർത്ഥിയെ നിർത്താമെന്നും പറഞ്ഞ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഇവിടെ മത്സരിക്കുക. കൊള്ളാം. 8 നില പൊട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ ഇവിടൊക്കെ എങ്ങനെയാണ് താമര വിരിയണത്? സത്യോടെ. പക്ഷെ തൂക്കിക്കളഞ്ഞത് എന്റെ ഭൂരിപക്ഷം എത്ര അറിയുമോ? 333 വോട്ട്. ഞാൻ ഇത്ര ജനപ്രിയത അത് ഞാൻ അറിഞ്ഞില്ലടേ. കോപ്പ് ജനപ്രിയത. എടേ നമ്മളെ കുറിച്ച് മൊത്തം പരിഹാസം ഇവിടെ ഇവിടെ. ഓ അപരാധികൾ. അങ്ങനെ പരക്കെ ഒരു അപരാധം. അപരാധം പരക്കെ ഒരു പരിഹാസമുണ്ട്. ഓ അങ്ങനെ കുറെ അപരാധികളുണ്ടെന്ന് എല്ലായിടത്തിനും തൂക്കണം ഇവിടെ. ആരോട് പറയാൻ? ഇതൊക്കെ നമ്മൾ തൂക്കും. അവന്മാര് പറഞ്ഞുണ്ടാക്കണതേ. ഞാൻ ഈ രാത്രി ഏതാ നമ്മൾ ജെൻസി രാത്രി മൊത്തം ഫോണിൽ നോക്കിയിരുന്നിട്ട് വേറെ പട്ടികളെ ഒന്നും വെക്കാൻ. എന്തളിയാ? എടാ നിന്റെ പ്രശ്നം ഒന്നുമില്ലല്ലേ. നീ കാര്യം പറ. നീ കണ്ട പൂവിന്റെ ഒക്കെ ഈ കൊതുകല്ലേ? കോർപ്പറേഷനിൽ കൊതുക് ഭീകരോ കേട്ടോ. ഇനി വേണ്ട എന്തെങ്കിലും പരിപാടികൾ ചെയ്യൂ? ഓ എന്താ ചെയ്യാ, ഇനിയൊക്കെ നമ്മളൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. ഓ അതിനിപ്പോ നമ്മളൊക്കെ ചെയ്യണമല്ലേ? എടേ അതല്ലടേ വലിയ പ്രശ്നം എന്തെന്നറിയാമോ? ഈ നമ്മുടെ ഇവിടെ ഈ കോർപ്പറേഷൻ തൂക്കിയല്ലോ. ഏത് താമര? നമ്മുടെ പാർട്ടി. നമ്മുടെ പാർട്ടി തന്നെ. എടേ ഈ രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞു നടന്ന് അവസാനം ഞാനൊരു രാഷ്ട്രീയ പാർട്ടി വന്നല്ലോ. എൻ്റെ അളിയ രാഷ്ട്രീയം ഉണ്ടോ? രാഷ്ട്രീയം ഇല്ല അതല്ലല്ലോ നമ്മുടെ ചേട്ടാ. നിന്റെ പ്രശ്നം എന്ത്? നീ കാര്യം പറഞ്ഞില്ല. പ്രശ്നം അത് ഞാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞു എന്താ അറിയുമോ? നമ്മളറിയാതെ ഇവിടെ പലതും നടക്കുന്നു. ഏത് പാർട്ടിക്കുള്ളിൽ? എടേ ഈ കോർപ്പറേഷൻ നമ്മൾ തൂക്കി ഹാപ്പി ആയോ? ഇവിടുത്തെ ആൾക്കാരൊക്കെ ഹാപ്പിയാ. പക്ഷേ കേന്ദ്രത്തില് അത്ര ഹാപ്പി അല്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. ഷാജി വിളിച്ച് ചീത്ത പറഞ്ഞു. ഏത് ഷാജി? തമ്മന ഷാജിയാ? പൊഞ്ഞാമണിയാ അമിത് ഷാജി. ഓ അമിത് ഷാജി. അമിത് ഷാ. പുള്ളി വിളിച്ച് ചീത്ത പറഞ്ഞു. വോട്ട് ശതമാനം കുറഞ്ഞെന്നാ, ഈ വേണ്ടത്ര വാർഡുകൾ കിട്ടിയില്ലെന്നാ. പ്രശ്നങ്ങൾ ഉണ്ടല്ലേ ഇതിന്റെ ഇടയില്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നാമത്തെ കാര്യം നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. പിന്നെ നമ്മൾ വളർന്ന തലമുറ ഇല്ലെന്ന്. പിന്നെ എന്തായാലും പണികൾ കൂടുതലാണ് കേട്ടാ. നമ്മുടെ വാർഡുകളൊക്കെ ഒന്ന് നോക്കണം, വികസനം കൊണ്ടുവരണം, എന്നാലേ നിക്കാൻ പറ്റൂ. വേണ്ടേ കൊണ്ടുവരണം വികസനം, മനസ്സിലായാ? പിന്നെ വേണം. നമ്മുടെ വാർഡില് ഇപ്പം ഇല്ലാത്ത എന്തുണ്ട്? ഇല്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ടാ. ഈ നമ്മുടെ വാർഡിൽ മാത്രമായിട്ട് 2-3 മൊബൈൽ ടവർ അങ്ങ് കൂടുതൽ വെച്ചാൽ ആദ്യം അത് നോക്കാം. റേഞ്ച് ഒട്ടും കിട്ടും. ഓ നല്ലൊരു പടം കാണാൻ പറ്റുന്നില്ല. സത്യോളിയാ. ഞാൻ ഇന്നലെ ഇങ്ങനത്തെ കുറെ എന്റെ പൊന്നെ കൊതുക് താങ്ങാൻ വയ്യ കേട്ടോ. കൊതുക് നിർമ്മാർജ്ജനത്തിനുള്ള എന്തേലും കാര്യം ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അത് നമ്മുടെ നേതാവിനോട് പറയാം. ആരോട് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്, യുവാക്കള്, മനസ്സിലായ? ഒക്കെ നമുക്ക് തന്നെ പണി. പണിയാവൂടാ, നമുക്ക് തന്നെ പണി. നമ്മളെ യുവാക്കളെ വെച്ചിട്ടാണ് ഇവന്മാര് ഉണ്ടാക്കാൻ നോക്കണം. കുറെ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാലേ, നമ്മള് ഇവന്മാരുടെ സ്വന്തം ആളാണെന്ന് കാണിക്കാം. മെല്ലെ രാഷ്ട്രീയമൊക്കെ പഠിക്കണം. രാഷ്ട്രീയമൊക്കെ ഇച്ചിരി പാടാണ്, പക്ഷെ എന്നാലും മെല്ലെ പോരാ, തിരക്കൊണ്ടാ. മതി കുഴപ്പമില്ല. ഇടയ്ക്ക് രാഷ്ട്രീയം ആവാം, കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം ആവാന്നാണ് ഈ മറ്റേ ആരാണ് അരിസ്റ്റോ സുരേഷ് ഏതായാലും അവൻ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും നമ്മൾ കൗൺസിലർമാരായി അല്ലേ അളിയ? യെസ്, അതിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, കുറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ലാൽസലം. അയ്യോ അത് ഈ പാർട്ടി അല്ല, അത് മറ്റേ പാർട്ടിയുടെ. ഇവിടെ നമസ്തേ എന്ന് പറയണം. അളിയൻ പഠിച്ചല്ലേ ഇതല്ലേ? കൊള്ളാ കേട്ട അളിയൻ. സത്യം പറഞ്ഞ കൊള്ളായിരുന്നല്ലേ? ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞ അടിപൊളി, തകർത്തു. പൊന്നടാ, മലയാളം വായിക്കാൻ പറ്റണില്ല. എനിക്കാണെങ്കിൽ ഉള്ള എല്ലാ സങ്കര ഇനം ഭാഷകളും അങ്ങോട്ട് കയറി വരും. വ്യക്തിത്വം ഇല്ലാത്ത മനുഷ്യൻ. തിരുവനന്തപുരത്തെ വീടെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? കണ്ടാ ഇടയ്ക്ക് ഒരു കോട്ടയം വരും, നിന്നൊക്കെ എന്തിനു കൊള്ളാം വരും. നമ്മളങ്ങനെ നിൽക്കുന്നതാ നല്ലത്. എന്താണെന്നറിയാമോ?
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേ എടേ നമുക്ക് മത്സരിക്കാം അവിടെ. ജയിച്ചോ തോറ്റോ അത് വിഷയമില്ല. ഈ പാർട്ടിയെ സംബന്ധിച്ചേ ഇവിടെ തോറ്റാൽ ഡൽഹിയിൽ സാധ്യതയാണ്. കാഞ്ഞ ബുദ്ധി തന്നെ പിടിച്ചാലോ? പിന്നല്ലോ. ആ അപ്പം നമസ്തേ. അങ്ങനെ തന്നെ. ഇനി ഞാനൊന്ന് പറയട്ടെ.